ദില്ലി തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ കാലിടറിയ ബി.ജെ.പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വരുന്ന വാർത്ത നമ്മൾ ചെയ്തതാണ്. മുഖ്യമന്ത്രി അതിഷി മത്സരിക്കുന്ന കൽക്കാജി മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് ബിദുരിയെ എന്തുകൊണ്ടാണ് ബി.ജെ.പി പിൻവലിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അത്രയും നിർണായകമായ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന രമേശ് ബിദുരിയെ മാറ്റാൻ ബി.ജെ.പി ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ബി.ജെ.പിക്കെതിരെ വലിയ തോതിൽ സ്ത്രീകളിൽ നിന്നും എതിർപ്പ് നേരിട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം എന്ന് വ്യക്തമായിരിക്കുന്നു. അതായത് ദില്ലി മുഖ്യമന്ത്രി അതിഷിക്കെതിരെയും അതുപോലെ കോൺഗ്രസിന്റെ MP പ്രിയങ്ക ഗാന്ധിക്കെതിരെയും ബിദുരി എന്ന മുൻ MP നടത്തിയ പരാമർശങ്ങൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ബി.ജെ.പിക്ക് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതായത് ഏതൊരു സംസ്ഥാനത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ നേർപകുതി സ്ത്രീകളാണ് വോട്ടർമാരായി ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളുടെ ഒട്ടുമിക്ക വോട്ടുകളും ഇത്തവണ ബി.ജെ.പിക്ക് നഷ്ടമാകും എന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിച്ചതോടുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമായി കണ്ട മണ്ഡലത്തിൽ നിന്നും ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത്. ബിദുരിയെ മാറ്റി പകരം ഒരു വനിതാ നേതാവിനെ ആ മണ്ഡലത്തിലേക്ക് പരിഗണിക്കാനാണ് ബി.ജെ.പി നേതൃത്വം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അധിക്ഷേപ പരാമർശങ്ങളെ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരുടെ വോട്ട് ബി.ജെ.പിക്ക് ലഭിക്കുമോ എന്നൊരു സന്ദേഹത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. സൗത്ത് ഡൽഹിയിലെ ഗുജ്ജറുകൾക്കിടയിൽ ബിദുരി എന്ന നേതാവ് നല്ല സ്വാധീനമുണ്ട് എന്നതുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ടാണ് കൽക്കാജിയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ രണ്ട് വനിതാ നേതാക്കൾക്ക് നേരെ നടത്തിയ പരാമർശങ്ങൾ ബിദുരിയുടെ വിജയ സാധ്യതയെ മാത്രമല്ല ദില്ലിയിലെ ബി.ജെ.പിയുടെ മൊത്തത്തിലുള്ള സാധ്യതയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. താൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ കൽക്കാജിയിലെ റോഡുകൾ പ്രിയങ്ക ഗാന്ധിയുടെ കവിളുകൾ പോലെ മനോഹരമാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം വന്നത്. ഇതുണ്ടാക്കിയ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപാണ് അതിഷിയെക്കുറിച്ചുള്ള മറ്റൊരു മോശം പരാമർശം കൂടി അദ്ദേഹം നടത്തിയത്. അതിഷി രാഷ്ട്രീയ നേട്ടത്തിനായി സ്വന്തം അച്ഛനെ പോലും ഒഴിവാക്കിയെന്നാണ് ബിദുരി പറഞ്ഞത്. രണ്ട് പരാമർശം കൂടിയായതോടെ ബിദുരിയെ ശാസിക്കാതിരിക്കാൻ ബി.ജെ.പിക്ക് നിർവാഹമില്ലാതെയായി. ഫെബ്രുവരി 5-നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അധികാരം പിടിച്ചെടുക്കണം എന്നുള്ളത് അവരുടെ വാശിയാണ്. എ.എ.പിയുടെ നില ദില്ലിയിൽ വളരെ ദയനീയമാണ്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം ജയിലിൽ കിടന്നിട്ട് വരുന്ന വരവാണ്. അങ്ങനെ എ.എ.പി എന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കൂപ്പുകുത്തി തകർന്നിട്ടുണ്ടെങ്കിലും അവരെ മറികടക്കാൻ ബി.ജെ.പിക്കാകണമെങ്കിൽ ഇത്തവണ തീർച്ചയായും വലിയ സീറ്റുകൾ അവർ പിടിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം പരാമർശങ്ങൾ സ്ത്രീകളുടെ വോട്ടുകളെ തന്നെ തങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളൊരു നില വരുമ്പോഴാണ് ആദ്യം പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥിയെ വരെ മാറ്റാൻ ബി.ജെ.പി നിർബന്ധിതമാകുന്നത്. എ.എ.പിയും ബി.ജെ.പിയും കാണിക്കുന്ന വലിയ വർഗീയ രാഷ്ട്രീയവും അതുപോലെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങളും അഴിമതി ഭരണവും ഒക്കെ കണ്ട് ദില്ലിയിലെ ജനങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് ദില്ലി മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്.